പക്ഷെ ഇപ്പൊ അവൾക്ക് എന്തെങ്കിലും വന്നു പോയോ അവൾ ആരെ രക്ഷിക്കും? ഇവർക്കിപ്പോഴും ആ ചിന്നുന്റെ വിചാരം മാത്രമാ. ചിന്നുനെ ഇവരുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഒരാപത്തും ഉണ്ടാവാതെ ചിന്നുനെ ദൈവം രക്ഷിക്കും. ഞാൻ ആ കൃഷ്ണ വിഗ്രഹം എന്നും പൂജിക്കും. ചിന്നുനെ കാത്തു രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ദൈവം അത് കേൾക്കും. ചിന്നുനെ ഒരബദ്ധം വരാതെ രക്ഷിക്കുകയും ചെയ്യും. നീ ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കും. ഞാനൊരു ചീത്തക്കുട്ടിയായിരുന്നെന്ന് എനിക്കറിയാം. എനിക്ക് നന്നാവണം. ചിന്നു എനിക്ക് വേണ്ടി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവക്ക് നന്മ വരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ കൃഷ്ണ വിഗ്രഹം എനിക്ക് താ. ഇതിനി നീ സൂക്ഷിച്ചാ മതി. നീ എല്ലാ ദിവസവും ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കലും അതിന് മുടക്കം വരുത്തരുത് മോളെ. ചിന്നുവിന്റെ കൃഷ്ണ വിഗ്രഹം എന്റെ കയ്യിലായി. അധികം താമസിക്കാതെ അവളുടെ അമ്മ എന്റേതാവും. എന്റേത് മാത്രം. അമ്മേ, റണ്ണറെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കരുത് കേട്ടോ. അവക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എത്ര നാളത്തേക്കാ? 2-3 ദിവസം റെസ്റ്റ് ചെയ്യട്ടെ. അവളെ ഒന്നുകൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കണം. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നേ? അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താ പ്രശ്നം തീർന്നില്ലേ? നിനക്ക് അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചേ പറ്റൂല്ലേ? ഹോ, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഒരു കല്യാണമോ വരുന്നേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതൊക്കെ എപ്പ തീരുവന്നാ? ഓ, എന്റെ അമ്മ അതൊക്കെ അങ്ങ് നടന്നോളൂ. അമ്മ റണ്ണറുടെ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്ത് പറഞ്ഞാലും വിനേട്ടൻ എന്തിനാ അവളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? പെണ്ണ് കാണാൻ പോകുമ്പോ റണ്ണറുടെ കാര്യം നോക്കണം. കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളുടെ കാര്യം പറയുമ്പോഴും റണ്ണറുടെ കാര്യം നോക്കണം. ഇതല്ലാതെ വിനേട്ടനൊന്നും പറയാനില്ലേ? എടി, കാർത്തിക് എന്റെ അനിയനാ. അവന്റെ കല്യാണ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ബേസിക്കലി ഞാനൊരു സ്പോർട്സ്മാനാ. ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന റണ്ണർ ഓടി ജയിക്കുന്നതിലാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിന്റെ ഒരു സ്പിരിറ്റ് എല്ലാവർക്കും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ. ഓ, ചെല്ല്. എന്താ അമ്മ വിനേട്ടൻ നീ പറയുന്നേ? നീ അവന്റെ കാര്യം വിട്. അതങ്ങനെയായി പോയി. എടാ, നിന്റെ ചേട്ടനെ നീ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. കല്യാണത്തിന് 1 മാസത്തെ ലീവ് അങ്ങ് എടുത്തോണം. കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്താൽ എന്നെ ഒന്നും അറിയിക്കുക പോലും ചെയ്തില്ല. പിന്നെയല്ലേ ലീവിന്റെ കാര്യം. എടാ, അത് അവര് ഇന്നലെ വന്നപ്പോ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചതല്ലേ. ഏട്ടത്തി ഒന്ന് വന്നേ. എന്താടാ? അല്ല, അവര് ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി മാത്രം വന്നാണോ? അതെ. അവര് വേറൊന്നും പറഞ്ഞില്ലേ? എന്തു പറഞ്ഞോ നീ ചോദിക്കുന്നേ? അല്ല, അവര് എന്തെങ്കിലും ഏട്ടത്തിടെ തന്നായിരുന്നോ? മനസ്സിലായി. നീ നിക്ക്, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഓ, മഹാറാണി എത്തിയോ? റെസ്റ്റ് ആയതുകൊണ്ട് പണിയൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ? ഇനി സമയാസമയത്ത് ആഹാരം കൂടി ഞാനങ്ങ് റൂമിൽ എത്തിച്ചു തരണമായിരിക്കും അല്ലേ? എന്താടി, അങ്ങനെ വേണോ? ആ, എന്നാ അവിടെ പോയി നിക്ക്, ഞാനിപ്പോ വരാം. എടാ, അവരെന്തെങ്കിലും കൊടുത്തയക്കാമെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ഉദ്ദേശിച്ചത് അവര് കല്യാണത്തിന്റെ ഡേറ്റ് കൺഫേം ആക്കിയോന്നാ. ഓ, പിന്നെ തീയതി ഉറപ്പിക്കാതെ എങ്ങനെയാടാ കല്യാണം ഉറപ്പിക്കുന്നേ? ഓ, പിടിച്ചോ. താങ്ക്സ്. ആ, നീ അവന്റെ കൈ കൊടുത്തേ. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അത് ഇന്ദുവിന്റെ ഫോട്ടോയാ. എന്നെ ലക്ഷ്മി എടുത്ത് തന്നെ ഒരുക്കണം. എനിക്ക് പറ്റില്ല ഇന്ദു. അതെന്താ പറ്റാത്ത? അന്ന് അവരെന്നെ കാണാൻ വന്നപ്പോ ഒരിക്കലും ലക്ഷ്മി എടുത്തിയല്ലേ. അപ്പോ എന്റെ കല്യാണത്തിന് ലക്ഷ്മി എടുത്ത് തന്നെ ഒരുക്കണം.
പെണ്ണ് കാണാൻ വന്നപ്പോ ഒരുക്കിയതുപോലെ അല്ലല്ലോ ഇത്. അതൊന്നും എനിക്ക് കേക്കണ്ട. ലക്ഷ്മി എടുത്ത് എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞാ ഒരുക്കണം. വെറുതെ ഇങ്ങനെ ദുർവാശി കാണിച്ച് ബാക്കിയുള്ളവരെ കൂടി മെനക്കെടുത്തരുത്. ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ ലക്ഷ്മി എടുത്തി. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ലക്ഷ്മി എടുത്തി മെനക്കെടുത്തില്ലല്ലോ. ഇന്ദു മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അതിന് ലക്ഷ്മി എടുത്തി എന്തിനാ വിഷമിക്കുന്നേ? ഏട്ടത്തി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലും എനിക്കൊരു വിഷമം തോന്നില്ല. എന്റെ ലക്ഷ്മി എടുത്തേക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, ഒന്ന് ചിരിച്ചല്ലോ. ഓ, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നല്ലാതെ. ഇപ്പൊ എന്റെ കല്യാണത്തിനുള്ള ഏട്ടത്തിന്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ആ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിനക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വാങ്ങിത്തരാനാ ശരത്തേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഗിഫ്റ്റും വേണ്ട. ഇനി തരണോന്ന് ഏട്ടത്തിക്ക് അത്ര നിർബന്ധമാണ്. ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളതെന്തോ അത് വാങ്ങിച്ചു തന്നാ മതി. ആഹാ, അതെങ്ങനെയാടി? നിന്റെ കല്യാണമല്ലേ, അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് അല്ലേ വാങ്ങിത്തരേണ്ടത്? എന്ത് വാങ്ങാനാ ശരത്തേട്ടൻ പറഞ്ഞേ? ഓർണമെന്റ്സ്. ശരി, എങ്കി എനിക്കൊരു ജോഡി കമ്മൽ വാങ്ങി തന്നാ മതി. നിനക്ക് കമ്മല് മതിയെന്ന് ഞാൻ ശരത്തേട്ടനോട് പറഞ്ഞേക്കാം. പക്ഷെ കമ്മല് നീ തന്നെ പോയി സെലക്ട് ചെയ്യണം. അത് നടക്കില്ല. ഏട്ടത്തി സെലക്ട് ചെയ്യുന്ന കമ്മലെ ഞാൻ ഇടൂ. ആ, എന്റെ ഇന്ദു, ഞാൻ സെലക്ട് ചെയ്യുന്ന നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതൊക്കെ ഇഷ്ടപ്പെടും. പൊന്നുന്റെ കല്യാണം ആയിരുന്നെങ്കിൽ ആഭരണങ്ങൾ സെലക്ട് ചെയ്യാൻ അവളെ തനിച്ച് പറഞ്ഞു വിടുമായിരുന്നോ? പൊന്നുന്റെ കല്യാണോ? സോറി ലക്ഷ്മിയർത്തി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സത്യമായിട്ടും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. നീ അറിയാതെ പറഞ്ഞതാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ദയവ് ചെയ്ത് നീ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്. എന്റെ പൊന്നുന്റെ പേര് വീണ്ടും വീണ്ടും കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ ധൈര്യമോ ചോർന്നു പോകുന്നത്. പ്ലീസ് ഇന്ദു. ലക്ഷ്മിയർത്തി, ഞാൻ മോളെ, ഞാനിപ്പോ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നത്. എന്നെ വിശ്വസിക്ക്. എനിക്കിപ്പോ ഒരു വിഷമവും ഇല്ല.